ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വലിയ ക്യാരറ്റും ഒരു ക്യാരറ്റിൻ്റെ പകുതിയും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പം 1.5 കപ്പ് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് വേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയാണ് വേണ്ടത്. അത് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. പട്ട പൊടിച്ചെടുത്ത പൗഡറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ 3 തവണ ഇത് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ മുട്ട എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് റെഡിയായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പിൻ്റെ മേലെ പഞ്ചസാര നമ്മളൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ അത് 1/4 കപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര മതിയാകും. അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ അത് 1/4 കപ്പ് ഉണ്ടാവും. അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ കിട്ടുന്നവരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. പകുതി ആദ്യം ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പകുതിയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം നമ്മൾ ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പാലാണ് 1/4 കപ്പ് പാലെന്ന് പറയുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാലൊഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യണ്ട. ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മളിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ക്യാരറ്റ് ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 കാഷ്യൂസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും പൊടിക്കരുത്, കുറച്ചൊന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. പഞ്ചസാര പൊടിച്ച മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് പൊടി കാണുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ച് കേക്ക് ഉണ്ടാക്കുന്ന ട്രേയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ബദാം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാഷ്യൂസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് വെച്ച് കൊടുക്കുന്നത്.
ഇനി നമ്മളൊരു 10 മിനിറ്റ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്